ആഫ്റ്റർ എ ലോങ് ടൈം ഐ പുട്ട് എ ഷോർട്ട് വീഡിയോ. ഇന്ന് നമ്മൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള മുട്ടം ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല നൈസ് പ്ലേസ് ആണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല വയലും തെങ്ങുംതോപ്പും കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇതാണ് മുട്ടം ബീച്ച്. നല്ല നീറ്റായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. നമ്മൾ ടെൻറ്റൊക്കെ കൊണ്ടാണ് പോയത്. ചെന്ന ഉടനെ തന്നെ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു. യെസ്, മുട്ടം ബീച്ചിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇവിടുത്തെ ബിരിയാണി അടിപൊളി വ്യൂ ആയിട്ടത്. ഹട്ടിൻ്റെ ഇല കൂടെ ഉള്ള ഇതെന്താ അലുവായ? അല്ല, അലുവ അല്ലേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. നല്ല അലയും പാറകളും ഒക്കെ ആയിട്ട് നല്ല നൈസായിട്ട് തോന്നി. ടൈം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ടൈം കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു. മോൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് സമയം പുറത്തൊക്കെ ഇറങ്ങി നനഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ടെൻറ്റിൻ്റെ അകത്തേക്ക് തന്നെ കയറി. മോൻ പിന്നെയും അവിടെ തന്നെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഷോർട്ടായിട്ട് വീഡിയോസ് എടുക്കണം. പുറത്തൊക്കെ നമ്മളെപ്പോഴും പോകുന്നുണ്ട്, എടുക്കാറുമുണ്ട്, പക്ഷേ ഒന്നും ഇടാറൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ എന്നെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഉമ്മ പറയും, നീ എന്നെ ആഗ്രഹിച്ച് തുടങ്ങിയതല്ലേ, പിന്നെ നീ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ആക്റ്റീവായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാട്ടോ പോയത്. ടെൻറ്റിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് അതൊക്കെ സെറ്റ് ചെയ്തു, കുടിച്ചു, കുറേ സമയം സ്പെൻഡ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ തോന്നിയതേ ഇല്ല. ടൈം പോയതേ അറിഞ്ഞില്ല. നല്ല പ്ലേസാണ്, നല്ല റിലാക്സ് ആയിട്ടിരുന്നു. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു പുറത്തൊക്കെ പോകണം. രാവിലെ ജോലിക്ക് പോകും, തിരിച്ചു വരും, റിഫ്രഷ് ആവുന്നുണ്ടായിരുന്നില്ല. ഒന്ന് റിലാക്സ് ആവണം, റീഫ്രഷ് ആവണം എന്നൊക്കെ വിചാരിക്കാറുണ്ടായിരുന്നു. എന്തായാലും ലാസ്റ്റ് സൺഡേ ആണ് പോയത്. നൈസായിട്ടിരുന്നു, ഹാപ്പി ആയിട്ട് എൻജോയ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലെ ചെറിയ ഷോർട്ട് വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീ യു സൂൺ. ബൈ.